നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി. വെല്ലിനഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നവ്യയുടെയും ഡോക്ടർ ബാലമണികണ്ഠന്റെയും അസാമാന്യ സംഭാവനകളെ ആദരിക്കുന്നതിനായി ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ്ബ് ആഘോഷം സംഘടിപ്പിച്ചു. വെള്ളിനഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് ടി അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഡിയുടെ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസ്, ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബിൻ്റെ വൈസ് പ്രസിഡന്റുമാരായ രാജൻ മോളിച്ചിയിൽ, ഷാജി ദാസ് കെ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നിങ്ങൾ അറിഞ്ഞു കേന്ദ്രം വാഴും ബി.ജെ.പി. ആർഎസ്എസിൻ സർക്കാർ നീറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ പി റിയാസുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് രൺദീഷ്, ഷക്കീർ, ഷലീഷ, പി വി സതീഷ്, ഷിബി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. പേപ്പർ ഈ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ബി.ജെ.പി. ഗവൺമെന്റ് എന്ന മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. രണ്ട് സംശയമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതൊന്ന്, ഈ രാജ്യത്ത് അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ള ബി.ജെ.പി. സംവിധാനങ്ങൾ. അതോടൊപ്പം സ്വജനപക്ഷപാതം. ഇവർക്ക് ബി.ജെ.പി. നേതാക്കന്മാർക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ കുടുംബക്കാർക്കെല്ലാം രാജ്യത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ സീറ്റുകളെല്ലാം കിട്ടുന്ന തരത്തിലേക്ക് ഈ പരീക്ഷാ സംവിധാനത്തെ ഇവർ മാറ്റി എന്നുള്ളതാ. അങ്ങനെ മാറ്റി എന്നുള്ളതാ പറയുന്നത്. എങ്ങനെയാണ് ഈ രാജ്യത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്? എങ്ങനെയാണ് ഈ ചോദ്യ പേപ്പറിൽ സുതാര്യത നഷ്ടപ്പെട്ടത്? ഈ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ബി.ജെ.പിക്കില്ലേ? രാജ്യത്തെ ജനങ്ങളാകെ സംശയിക്കുകയാണ്. 24 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതിയ നീറ്റ്, ആ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മുൻകാലങ്ങളിൽ ഇത് ചോർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആളുകൾ സംശയിക്കുന്നത്. ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഒരു ഭാഗത്ത് പണമുള്ളവർക്ക് സീറ്റ് തരപ്പെടുത്തി കൊടുക്കുന്നു ചുളുവിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ. അതോടൊപ്പം ബി.ജെ.പി. നേതാക്കന്മാരുടെ മക്കൾക്ക് അനധികൃതമായി പിൻവാതിലിലൂടെ നീറ്റും മറ്റുമെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നു. OMR ഷീറ്റുകളുടെ കൃത്രിമത്വം നമ്മൾ കാണുക. മാർക്ക് ചെയ്യാതെ, കറുപ്പിക്കാതെ ഈ OMR ഷീറ്റ് അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇൻവിജിലേറ്റേഴ്സ് ഇത് കറുപ്പിച്ച് അങ്ങ് ഇവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെയും ക്രമക്കേടുണ്ട് എന്നാ പറയുന്നത്.